ചരിത്രത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ബൈബിളിൻ്റെയും സത്യം വെളിപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ പരമ്പരയിൽ ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ നിമിഷങ്ങളിൽ ഒന്നായ നൈസിയ കൗൺസിലിനെ നിങ്ങൾ വിശകലനം ചെയ്യും. നമ്മുടെ നൈസിയ കൗൺസിൽ എപ്പിസോഡ് 6 വീണ്ടും സ്വാഗതം. എപ്പിസോഡ് 5 നാം നേരിട്ട് ബൈബിളിലേക്ക് അവിടെ നിന്നും കണ്ടത് ദൈവം തൃത്വമല്ല, മറിച്ച് ഒരു ദൈവ കുടുംബമാണെന്ന്. ഇപ്പോൾ അതിൽ പിതാവും പുത്രനും ഉൾപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ശക്തിയും സാന്നിധ്യവുമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഈ അവസാന എപ്പിസോഡിൽ ചോദിക്കാം, നൈസിയ കൗൺസിൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രസക്തമാണ്? ഏകദേശം 1700 വർഷങ്ങൾക്ക് മുമ്പാണ് നൈസിയ കൗൺസിൽ നടന്നത്. എന്നാലും അതിൻ്റെ തീരുമാനം ഇന്നും ക്രിസ്ത്യാനികളുടെ ലോകത്ത് സ്വാധീനിക്കുന്നു. നൈസിയ വിശ്വാസ പ്രമാണം കത്തോലിക്ക, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ അടിസ്ഥാനമായി മാറി. തൃത്വം ഇന്ന് മുഖ്യധാര ക്രിസ്ത്യത്തിൻ്റെ കേന്ദ്ര ഉപദേശമാണ്. കോൺസ്റ്റന്റൈൻ ആരംഭിച്ച സഭയുടെയും സാമ്രാജ്യത്തിൻ്റെയും സംയോജനം നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന മതപരമായ പീഡനത്തിനും ഭിന്നതയ്ക്കും മാതൃകയായി. സഭയെ ഏകീകരിക്കാനുള്ള ശ്രമമായി തുടങ്ങിയത് സഭയുടെ അടിത്തറ തന്നെ മാറ്റിമറിക്കുന്നതിലേക്ക് നയിച്ചു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി വചിക്കുന്നു. അപകടം യഥാർത്ഥമാണ്. മനുഷ്യ പരമ്പരകൾ മതപരമായ ഭാഷയിൽ പൊതിഞ്ഞാൽ പോലും ദൈവവചനത്തിൻ്റെ സത്യത്തെ മാറ്റിസ്ഥാപിക്കാൻ കഴിയും. നൈസിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാഷ്ട്രീയവും തത്വചിന്തയും അധികാരവും വിശ്വാസത്തെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന വിലയാണ് സമാധാനത്തിൻ്റെ പേരിൽ സത്യത്തിൽ നിന്നുള്ള വിട്ടുവീഴ്ച. എന്നാൽ ദൈവം നമ്മെ ഉയർന്ന നിലവാരത്തിലേക്ക് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതാകുന്നു. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ നിരസിക്കുകയും തിരുവെഴുത്തുകളെ മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നതിൽ പിതാവിനെയും പുത്രനെയും അവർ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ അറിയുക എന്നതും ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കുന്നതും ഒരു മൂന്നാം വ്യക്തിയായിട്ടല്ല, മറിച്ച് നമ്മിലുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തിയായി. നൈസിയ ചരിത്രം മാത്രമല്ല, അതൊരു മുന്നറിയിപ്പാണ്. പാരമ്പര്യത്തെ അന്ധമായി പിന്തുടർന്നാൽ സുവിശേഷത്തിൻ്റെ സത്യം നഷ്ടപ്പെടും. എന്നാൽ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ആശയും വ്യക്തതയും നിത്യജീവിതത്തിലേക്കുള്ള യഥാർത്ഥ പാതയും ലഭിക്കും. അതുകൊണ്ടാണ് നൈസിയ ഇന്ന് പ്രാധാന്യം അർഹിക്കുന്നത്. നാം മനുഷ്യരുടെ വിശ്വാസ പ്രമാണങ്ങളെ സ്വീകരിക്കുമോ, അതോ തിരുവെഴുത്തിൻ്റെ സത്യത്തെ സ്വീകരിക്കുമോ? പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറഞ്ഞു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. അതിനാൽ ഞാൻ ഈ വെല്ലുവിളി നിങ്ങൾക്ക് വിടുന്നു. എൻ്റെ വാക്കുകൾ മാത്രം വിശ്വസിക്കരുത്, കോൺസ്റ്റന്റൈൻ്റെ വാക്കുകളും വേണ്ട. നിങ്ങളുടെ ബൈബിൾ തുറക്കൂ, ഉപദേശങ്ങൾ പരീക്ഷിക്കൂ, പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കൂ, ദൈവം സത്യമായി വെളിപ്പെടുത്തുന്നതിൽ ഉറച്ചു പിടിക്കൂ. കോൺസ്റ്റന്റൈൻ്റെ ഉയർച്ച മുതൽ നൈസിയ വാദപ്രതിവാദങ്ങൾ വരെ, തൃത്വത്തിൻ്റെ രൂപീകരണം വരെ, ഒടുവിൽ തിരുവെഴുത്തിൻ്റെ സത്യത്തിലുള്ള യാത്ര വരെ ഒപ്പം ഉണ്ടായതിന് നന്ദി. ചരിത്രവും പ്രവചനവും ദൈവവചനവും കൂടി അന്വേഷിക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക.